ഹായ് ഫ്രണ്ട്സ്, ശ്വാസമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ബിഗോണിയുടെ നല്ല അടിപൊളി പ്ലാന്റിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒക്കെ മീഡിയം സൈസ് പ്ലാന്റാണ് ഇപ്രാവശ്യം നമ്മൾ കാണിക്കുന്നത്. നോർമൽ റേറ്റ് ആയിട്ടുള്ള പ്ലാന്റുമാണ്, അതിൻ്റെ കോസ്റ്റ്ലി റേറ്റിനുള്ള പ്ലാന്റുകളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ബിഗോണിയ നടാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. ഇപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, നല്ല നട്ടാൽ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ലീഫ് പ്രൊപ്പഗേഷൻ ഒക്കെ വെച്ചാൽ പെട്ടെന്ന് പിടിക്കുന്ന ഒരു ക്ലൈമറ്റാണ്. ഫ്രണ്ട്സ്, നമ്മുടെ മീഡിയം സൈസിൽ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. റെഡ് കിസ് ആണ്. നല്ല അടിപൊളി ഹെൽത്തി ആയ ചെടിയാണ്. നല്ല ബുഷ് ആയതാണ്. നല്ല റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് ബിഗോണിക്ക് പറ്റിയ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നട്ടാൽ നല്ല രീതിയിൽ നല്ല കളറും വരും. കുറച്ച് മഴച്ചാറ്റിലൊക്കെ തട്ടുന്ന ഏരിയയിൽ വേണം കേട്ടോ നിങ്ങൾ വയ്ക്കാൻ. അടുത്ത പ്ലാന്റ് ഇതാണ്. മജന്തയും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് കേട്ടോ. അറ്റഭാഗത്ത് വൈറ്റ് കളറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെറിയ പോട്ടിലല്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ പോട്ടിലേക്ക് വെച്ച് പ്ലാന്റ് മെച്ചൂർഡ് ആയി കഴിയുമ്പോഴാണ് നല്ല ഡാർക്ക് കളർ കയറി വരിക കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ്. നല്ല ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ്. സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസാണ് ഇതിൻ്റെ ലീവ്സിൻ്റെ വലിപ്പം വരുന്നത്. തീരെ മിനിയേച്ചറുള്ള വലിയ ബിഗ് സൈസും അല്ലാത്ത മീഡിയം സൈസിൽ ഇത് വരുന്ന നിറയെ പോട്ട് ബുഷാകുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണത്. അടുത്ത പ്ലാന്റ് ഇതാണ്. നല്ല അടിപൊളി ക്രിസ്മസ് ബിഗോണിയാണ് കേട്ടോ. വലിയ ബിഗ് ലീഫാവും. ഇത് നല്ല കളറ് മെച്ചേർഡ് ആയി കഴിയുമ്പോൾ നല്ല ഡാർക്ക് കളർ കയറി വരും. അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ്. അടുത്ത പ്ലാന്റ് നല്ലൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ. ഭയങ്കര ബിഗ് ലീഫാവുന്ന അടിപൊളി കേളി വെറൈറ്റിയാണ്. പിന്നെ ഇതിൽ കണ്ടോ ഈ മജന്ത കളർ കയറി വരും കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതേപോലെ തന്നെ വലിയ ബിഗ് ലീഫ് ആവുന്ന ഒരു കേളി വെറൈറ്റിയാണ്. ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ ഹെൽത്തി ആയ ബുഷായ പ്ലാന്റാണ്. എല്ലാം ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. അയൺ ക്രോസിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് നോർമലാണ്. പിന്നെ അയൺ ക്രോസിൻ്റെ ആണ്. ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന റഫാണ് ഇതിൻ്റെ ലീഫ്സിൻ്റെ ടെക്സ്ചർ വരുന്നത്. ഇത് മുള്ള എണീറ്റ് നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള വലിയ ബിഗ് ലീഫ് ആവുന്ന ഒരു പ്ലാന്റാണത്. അടുത്ത പ്ലാന്റ് നല്ലൊരു ആഷും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ്. ഇത് നല്ലൊരു റെയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ. പക്ഷേ ബുഷിയ പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് നല്ലൊരു മജന്തയും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ്. നല്ല ഡാർക്ക് കളറായി വരും കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ചതുകൊണ്ടാണ് ഇത്രക്ക് കളർ വരാത്തത്. നല്ല ഷൈനിങ് ഉള്ള ലീവ്സ്, നല്ല ഷൈനിങ്, നല്ല തിളക്കത്തോടു കൂടി നല്ല ഭംഗിയായിട്ടുള്ള മജന്തയും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും അതുപോലെ തന്നെ വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റ് ആണ്. നാരോ ആയിട്ടാണ് ഇതിൻ്റെ ലീഫ് നിൽക്കുക കേട്ടോ. പക്ഷേ ഇതും കുറച്ച് റയർ വെറൈറ്റി ആണ് കേട്ടോ. കുറച്ച് ഇതുള്ള പ്ലാന്റ് ആണ്. ഈ ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല വലിയ ബിഗ് ലീഫാവും കേട്ടോ. നല്ല ഇത്രയും വലിപ്പം വെക്കുന്ന ഓരോ ലീഫാവും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ചിങ്ങനെ മജന്ത കളർ കയറി വരും കേട്ടോ. അങ്ങനെ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് ഇതാണ്. നല്ലൊരു ആഷും സിൽവറും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. കാരണം ഇതിലൊക്കെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് മെച്ചേർഡ് ആയ പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന വെൽവെറ്റ് ടെക്സ്ചർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് മീഡിയം സൈസാണ്. ഇതിൻ്റെ മിനിയേച്ചർ വേർഷൻ വേറെ ഉണ്ട്. പക്ഷേ ഇത് മീഡിയം സൈസ്. ഇത്രയും വലിപ്പമാണ് ഇതിൻ്റെ ലീവ്സ് ഉണ്ടാവുക. പക്ഷേ പോട്ട് ബുഷായി നല്ല ഭംഗിയോട് കൂടി നിൽക്കുക. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ലൊരു സിൽവറും ഗ്രീനും ലാവണ്ടറും കളർ കോമ്പിനേഷൻ വരുന്ന ബിഗ് ലീഫ് ആവുന്ന ഒരു പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് ഇതാണ്. ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ. വലിയ ബിഗ് ലീഫ് ആവും. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ പറയുക, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരും ചെയ്യും. പോട്ട് പെട്ടെന്ന് ബുഷിയായിട്ട് നിറഞ്ഞ് നിൽക്കുകയും ചെയ്യും കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ, ബ്രൗണും വൈറ്റും കളർ കോമ്പിനേഷനാണ്. എന്നൊരു പ്ലാന്റ് മെച്ചേർഡ് ആയി കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ റോസ് കളർ ഡോട്ട് കയറി വരും. പക്ഷേ ഇതും അതുപോലെ തന്നെ പോട്ട് പെട്ടെന്ന് ബുഷിയാവുന്ന ഒരു വെറൈറ്റിയാണ്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ബ്ലാക്ക് വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ പറയുക, 3 തട്ടായിട്ടാണ്, ഇതളുകൾ കൂടുതലായിട്ടാണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലെയർ കൂടുതലായതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതൊരു കെയിൻ ബിഗോണിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കെയിൻ ബിഗോണിയാണ്. നിറയെ സ്റ്റെമ്പുകളൊക്കെ വന്നിട്ട് ബുഷായി നിൽക്കുമ്പോഴാട്ടോ ഇതിൻ്റെ ഭംഗിയേറെ. ഗ്രീനും നല്ല റെഡ് ലൈനും വരുന്ന അടിപൊളി പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് നല്ലൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ കേളി, നല്ല വലിയ ബിഗ് ലീഫ് ആകുന്ന ബുഷാകുന്ന ഒരു കേളി വെറൈറ്റിയാണത്. കുറച്ച് നോർമലായിട്ടുള്ള വെറൈറ്റിയാണ്. പക്ഷേ നല്ല ഗ്രീനും സിൽവറും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. വലിയ ബിഗ് ലീഫ് ആകുന്ന ഒരു വെറൈറ്റിയാണത്. ഇതും അതുപോലെ തന്നെ ഗ്രീനും സിൽവറും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ്. ഇതും അതുപോലെ തന്നെ ബിഗ് ലീഫായിട്ട് പോട്ട് ബുഷിയാകുന്ന ഒരു വെറൈറ്റിയാണ്.
ഇതൊരു റയർ വെറൈറ്റിയാണ് കേട്ടോ. ഇത് കുറച്ച് ഇതുള്ളൊരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് റയർ വെറൈറ്റിയാണ് കേട്ടോ. കുറച്ച് റേറ്റുള്ള പ്ലാന്റാണ്. പക്ഷെ 2 ഭാഗം കേളിയായിട്ടുള്ള വലിയ ബിഗ് ലീഫ് ആകുന്ന ഒരു കേളി വെറൈറ്റിയാണിത്. ഇത് ഗ്രീനും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. വെൽവെറ്റ് മെറ്റീരിയൽ പോലെ കേട്ടോ ഇതിൻ്റെ ലീവ്സിൻ്റെ ടെക്സ്ചർ കാണാം. നല്ലൊരു ഷൈനിങ് ആയിട്ട് വരുന്നുണ്ട്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതും നല്ലൊരു കേളി വെറൈറ്റിയാണ്. നല്ല ബിഗ് ലീഫാണ് കേളി വെറൈറ്റിയാണ്. നല്ല റോസ് ഡോട്ട് കൂടി വരും കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇനി ഒരുപാട് പ്ലാന്റുകൾ കാണിക്കാനുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ മദർ പ്ലാന്റുകൾ കുറേ ഉണ്ട് കേട്ടോ. കുറേ നല്ല നല്ല വെറൈറ്റി മദർ പ്ലാന്റ്സ് ഉണ്ട്. അത് വേണ്ടവർ എന്നെ അതൊന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഇട്ടുതരാം. അപ്പോൾ പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. അതുപോലെ തന്നെ ബിഗോണിക്ക് പറ്റിയ നല്ല അടിപൊളി പോട്ട് മിക്സും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ഇപ്പം തന്നെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടോളൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ.